CPM മധുര പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്റെയും കരട് രാഷ്ട്രീയ പ്രമേയത്തെ പൂർണ്ണമായി പിന്തുണച്ച് കേരളത്തിൽ LDF സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കണം. ചർച്ചയിൽ കേരളത്തിന് വേണ്ടി സംസാരിച്ച KK രാഗേഷാണ് ആവശ്യം ഉന്നയിച്ചത്. ആർ ശ്രീത് മധുരയിൽ നിന്നും ചേരുന്നുണ്ട്. മധുര, ശ്രീത്ത്, പൊതുചർച്ചയിൽ ഏത് രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു? KK രാഗേഷ് പറയുന്നത് എന്താണ്? സംസ്ഥാന പാർട്ടിയുടെ നിലപാട് ചർച്ചയിൽ എന്താണ്? ശ്രീത്ത്. ഹാഷ്മി, കരട് രാഷ്ട്രീയ പ്രമേയത്തിനുമേലും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിനുമേലുള്ള പൊതുചർച്ചയാണ് ഇന്ന് രാവിലെ 10 മണിക്ക് മധുര പാർട്ടി കോൺഗ്രസിൽ ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് പൊതുചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആദ്യം സംസാരിച്ചത് CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ KK രാഗേഷാണ്. KK രാഗേഷ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് കേരള മോഡൽ വികസന മാതൃകയുടെ ഗുണഗണങ്ങളെ പറ്റിയാണ്. രാജ്യത്താകമാനം നവലിബറൽ നയങ്ങളും മറ്റും തുടരുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യതിരിക്തമായിരിക്കുന്നത് എന്നാണ് ഉദാഹരണങ്ങൾ സഹിതം KK രാഗേഷ് ചൂണ്ടിക്കാണിച്ചത്. കെ സ്മാർട്ട്, കെ ഫോൺ പോലുള്ള നൂതന പദ്ധതികൾ പ്രകാരം എല്ലാവർക്കും തുല്യമായിട്ടുള്ള തരത്തിൽ ക്ഷേമം പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു നയങ്ങളുള്ള സർക്കാരാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കണമെന്നും അത് ഒരു കേരളത്തിൻ്റെ ഒരു ഇടതു മാതൃകയായി ഉയർത്തിക്കാട്ടണമെന്നും ആവശ്യമാണ് പൊതുചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് KK രാഗേഷ് ചൂണ്ടിക്കാണിച്ചത്. കരട് രാഷ്ട്രീയ പ്രമേയത്തെയും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെയും പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന സമീപനമാണ് കേരളത്തിൽ സംസാരിച്ച KK രാഗേഷ് സ്വീകരിച്ചത്. അത് കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ ലൈൻ കൂടിയാണ്. കാരണം കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ ബ്ലോക്കിനുമായി സഹകരിക്കുന്നതൊപ്പം സ്വതന്ത്ര ശക്തിയായി CPM വളരണമെന്നതാണ് കരട് രാഷ്ട്രീയ പ്രമേയം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അത് കേരളത്തിൽ കോൺഗ്രസിനെ പ്രതിപക്ഷമായി കാണുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം പകരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ ലൈനാണ് കേരളം സ്വീകരിക്കുന്നത്.